ഹായ്, നമ്മൾ അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഇവിടെ ബോർഡിലൊരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരാൾ എന്നോട് പറഞ്ഞു ഇതിൻ്റെ അളവൊന്ന് പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഞാനിത് അളന്നിട്ട് എൻ്റെ അളവ് എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഇതിൻ്റെ നീളം 1 മീറ്ററാണ്. അളന്ന് നോക്കിയപ്പോൾ 1 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, വേറൊരാളോട് സെയിം കാര്യം പറഞ്ഞു, ഈ ലൈനിൻ്റെ ലെങ്ത് ഒന്ന് അളന്ന് നോക്കാൻ. അയാൾ അളന്ന് നോക്കിയിട്ട് അയാൾ പറഞ്ഞത് ഇത് 100 സെൻറ്റിമീറ്റർ ആണെന്നാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരാളോട് ഇതേ ലൈനിൻ്റെ ലെങ്ത്ത് അളന്ന് നോക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞത് ഈ ലൈനിൻ്റെ ലെങ്ത്ത് 3.281 ഫീറ്റാണ് എന്നാണ്. ഇനി ചോദ്യം ഇതാണ്, ഈ ലൈനിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ ആണോ, 100 സെൻറ്റിമീറ്റർ ആണോ, 3.281 ഫീറ്റ് ആണോ? ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ ലൈനിൻ്റെ ലെങ്ത്ത് 1 മീറ്ററാണ്, അതേപോലെ തന്നെ 100 സെൻറ്റിമീറ്ററുമാണ്, അതുപോലെ തന്നെ 3.281 ഫീറ്റുമാണ്. ഇവിടെ ആകെ വന്നിട്ടുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഓരോരുത്തരും എടുത്ത അളവുകോൽ വ്യത്യസ്തമാണ്. അളവുകോൽ അവർ അളക്കാൻ ഉപയോഗിച്ച സ്റ്റാൻഡേർഡ് വ്യത്യസ്തമായിരുന്നു. ഞാൻ അളക്കാൻ ഉപയോഗിച്ച സ്റ്റാൻഡേർഡ് ഏതാണ്? മീറ്ററാണ്. അടുത്ത ആൾ ഉപയോഗിച്ചത് സെൻറ്റിമീറ്ററാണ്. മൂന്നാമത്തെ ആൾ ഉപയോഗിച്ച അളവുകോൽ ഫീറ്റാണ്. അപ്പോൾ ഈ പറയുന്ന അളവുകോൽ ഇത് എന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. ഇതിനെ പറയുന്ന പേരാണ് യൂണിറ്റ്സ്. ഈ അളവുകോലിനെ പറയുന്ന പേരാണ് യൂണിറ്റ്സ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പേരാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയല്ലോ. എന്താണ് യൂണിറ്റ്? അതായത് ഒരു ക്വാണ്ടിറ്റിയെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഈ ലൈനിൻ്റെ ലെങ്ത്ത് 1 മീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മീറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഒരു തവണയാണ് ഈ ലൈനിൻ്റെ നീളത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതും ഒരു യൂണിറ്റാണ്. എന്നാൽ ഈ ലൈനിൻ്റെ ലെങ്ത്തിൽ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് എത്ര എണ്ണം അടങ്ങിയിട്ടുണ്ട്? 100 എണ്ണം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഫീറ്റ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓഫ് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ പറയുന്ന യൂണിറ്റ് എത്ര അടങ്ങിയിട്ടുണ്ട്? 3.281 തവണ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ള ക്വാണ്ടിറ്റീസ്, ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ ചെന്നിട്ട് നമുക്ക് അരി വാങ്ങണം. നമ്മളെന്താ പറയുക? 1 മീറ്റർ അരി വേണമെന്നാണോ പറയുക? അല്ല, നമുക്ക് വേണ്ടത് 3 കിലോഗ്രാം അരി വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് എന്താ? കിലോഗ്രാം. അപ്പോൾ വ്യത്യസ്ത ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? വ്യത്യസ്ത അളവുകോലുകളാണ്, യൂണിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനൊക്കെ മുമ്പേ ആയിട്ട് ഇപ്പോൾ യൂണിറ്റ്സ് എന്താണെന്ന് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു. നമ്മളൊരു ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതുപോലെ തന്നെയുള്ള ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സഡ് ക്വാണ്ടിറ്റിയെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചുറ്റിനുമുള്ള നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും പറയുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ നമ്മളിവിടെ മെഷർ ചെയ്തത് എന്തായിരുന്നു? ലെങ്ത്ത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, കാരണം നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഭാരം, അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്, കാരണം നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ട് നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ മെഷർമെൻറ്റ്സ് നടത്തുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു യൂണിറ്റ് വേണ്ടേ? അപ്പോൾ ഓരോ തരത്തിലുള്ള യൂണിറ്റുകൾ, ഇപ്പോൾ നമ്മളിവിടെ അളക്കാൻ പറഞ്ഞപ്പോൾ 3 ആൾക്കാർ 3 അളവാണ് പറഞ്ഞത്.
അല്ലേ? ഒരാൾ പറഞ്ഞു 1 മീറ്ററാണ്, ഒരാൾ പറഞ്ഞു 100 സെൻറ്റിമീറ്ററാണ്, ഒരാൾ പറഞ്ഞു 3.281 ഫീറ്റാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വരാൻ വേണ്ടിയിട്ട് ആദ്യകാലങ്ങളിൽ 3 ഫണ്ടമെൻ്റൽ ബേസിക് ആയിട്ടുള്ള 3 ക്വാണ്ടിറ്റീസ് ആയിട്ട് പറഞ്ഞിരുന്നു. 3 ബേസിക് ക്വാണ്ടിറ്റീസ് ആയിട്ട് പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് ലെങ്ത്ത്, അതുപോലെ തന്നെ മാസ്, അതുപോലെ തന്നെ ടൈം. ഈ 3 ക്വാണ്ടിറ്റിയെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ട് ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്നത്. ഈ 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് വ്യത്യസ്ത യൂണിറ്റ് സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, വ്യത്യസ്ത യൂണിറ്റ് സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യമാണ്, ഈ 3 ബേസിക് ക്വാണ്ടിറ്റി കൊണ്ട് മാത്രം നമുക്ക് എല്ലാ ക്വാണ്ടിറ്റീസിനെയും മെഷർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇനി ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നാണ് ബാക്കിയുള്ള നമുക്ക് മെഷർ ചെയ്യാനുള്ള ക്വാണ്ടിറ്റീസൊക്കെ നമ്മൾ ഉരുത്തിരിഞ്ഞ് എടുത്തിട്ടുള്ളത്. ആ ടൈപ്പ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, എന്നാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനോട് എപ്പോഴും ഒരു ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റികളെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. അപ്പോൾ നമ്മളിവിടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞത് ഒന്ന് ലെങ്ത്താണ്, അടുത്തത് മാസാണ്, പിന്നെ പറഞ്ഞത് ടൈമാണ്. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഏരിയ. ഇപ്പോൾ ഒരു റൂമിൻ്റെ ഏരിയയ്ക്ക് നമ്മൾ എന്തൊക്കെയാണ് നീളവും വീതിയും എടുക്കും, നമുക്ക് എന്ത് കിട്ടും? അത് വെച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കാം. പക്ഷേ ഏരിയ എന്താണ്? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സ്പീഡ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ഇപ്പോൾ നമ്മൾ സ്പീഡ് എന്തിലാണ് പറയൽ? വണ്ടിയിലൊക്കെ km/h പറയുക. അപ്പോൾ ലെങ്ത്തും മാസും കൂടെ ലെങ്ത്തും ടൈമും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് സ്പീഡ്. അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഇനി നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനെ പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ക്ലിയർ ആയോ? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും, അതുപോലെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സും അതുപോലെ തന്നെ ഡിറൈവ്ഡ് യൂണിറ്റ്സും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. യൂണിറ്റുകൾ ഒരുപാട് രീതിയിൽ യൂണിറ്റുകളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് പറയുന്നത്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ലെങ്ത്ത്, മാസ്, അതുപോലെ തന്നെ ടൈം. ഇതാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയിട്ട് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റാണ് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള കുറച്ച് പ്രായം ചെന്ന ആൾക്കാർ, നമ്മളൊക്കെ ദൂരം കിലോമീറ്ററിൽ പറയുമ്പോൾ അവരെന്തിലാണ് പറയുക? അവർ ഇവിടുന്ന് ഇന്ന സ്ഥലത്തേക്ക് ഇത്ര ഫർലോങ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര അടിയാണ്. ഇപ്പോൾ അവർ അടി കണക്കിലൊക്കെയാണ് ചില കാര്യങ്ങൾ പറയുക. നമ്മൾ മീറ്ററിൽ പറയുമ്പോൾ അവർ ഇത്ര അടിയാണ് അത് എന്നുള്ളത് പറയും, അല്ലേ? അപ്പോൾ ആ ടൈപ്പ് ഇപ്പോൾ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സിസ്റ്റം ഓഫ് യൂണിറ്റ്സും പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ഏതാണോ നമ്മൾ എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പറയുന്നത്. ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റാണ് ഫീറ്റ്. അത് ഡിനോട്ട് ചെയ്യുന്നത് FT എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ മാസിൻ്റെ യൂണിറ്റാണ് പൗണ്ട്, ഡിനോട്ട് ചെയ്യണത് LB. ടൈമിൻ്റെത് മാത്രം എല്ലാ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലും സെയിം ആണ്. സെക്കൻഡ്സിലാണ് നമ്മൾ
ടൈമിൻ്റെ മെഷർമെൻറ്റ്സ് പറയുന്നത്. ഡിനോട്ട് ചെയ്യണത് സ്മോൾ ലെറ്റർ എസ്. ഇനി ഇതാണ് ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് മെട്രിക് സിസ്റ്റം. മെട്രിക് സിസ്റ്റത്തിൽ രണ്ടെണ്ണമാണ് ആദ്യം പറഞ്ഞിരുന്നത്. ആദ്യം വന്നത് CGS സിസ്റ്റം. CGS സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ CGS സിസ്റ്റത്തിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്ററാണ്. അതുപോലെ മാസിൻ്റെ യൂണിറ്റ് ഗ്രാമാണ്. ഡിനോട്ട് ചെയ്യണത് സ്മോൾ ലെറ്റർ G. ടൈമിൻ്റെ യൂണിറ്റ് മാറ്റമൊന്നുമില്ല, സെക്കൻഡ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് CGS സിസ്റ്റത്തിന് പുറമെ അടുത്ത മെട്രിക് സിസ്റ്റത്തിൽ വരുന്നതാണ് MKS സിസ്റ്റം. എന്തായിരിക്കും MKS? ഇവിടെ സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇവിടെ എന്താണ് M ആണ്. സോ ലെങ്ത്തിൻ്റെ യൂണിറ്റ് MK സിസ്റ്റത്തിൽ മീറ്ററാണ്. മാസിൻ്റെ യൂണിറ്റ് ഏതായിരിക്കും? കിലോഗ്രാമാണ്. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് തന്നെ. അപ്പോൾ CGSലെ C ഡിനോട്ട് ചെയ്യണത് സെൻറ്റിമീറ്റർ, G ഡിനോട്ട് ചെയ്യണത് ഗ്രാം, S ഡിനോട്ട് ചെയ്യണത് സെക്കൻഡ്. MKSൽ M ഡിനോട്ട് ചെയ്യണത് മീറ്റർ, K ഡിനോട്ട് ചെയ്യണത് കിലോഗ്രാം, S ഡിനോട്ട് ചെയ്യണത് സെക്കൻഡ്സ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇൻ്റർനാഷണലായിട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റം വേണം എന്നുള്ള രീതിയിൽ ഒരു പുതിയ യൂണിറ്റ് സിസ്റ്റം, ഇൻ്റർനാഷണലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പുതിയ യൂണിറ്റ് സിസ്റ്റം വന്നു. SI സിസ്റ്റം, SI യൂണിറ്റ്സ്. SI എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡേ ഇൻ്റർനാഷണൽ എന്നാണ്, അതായത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് യൂണിറ്റ്സ്. ഇതിൽ അവർ ചെയ്ത ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരുന്നത് 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെയാണ് പറഞ്ഞിരുന്നത്. അതിന് പകരം SI യൂണിറ്റ്സ് വന്നപ്പോൾ 3 എന്നുള്ളത് 6 ആക്കി മാറ്റി. 1 ഇലക്ട്രിക് കറൻറ്റ്, ദെൻ ടെമ്പറേച്ചർ, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ഇൻറ്റൻസിറ്റി. അപ്പോൾ SI സിസ്റ്റം വന്നപ്പോൾ അതിൽ 6 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വന്നു. ലെങ്ത്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറൻറ്റ്, ടെമ്പറേച്ചർ ആൻഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി. ഈ SI സിസ്റ്റം എന്ന് പറഞ്ഞത് നമ്മുടെ MK സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു ഇലാബറേറ്റഡ് സിസ്റ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ തന്നെയാണ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം തന്നെയാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് തന്നെയാണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് SI സിസ്റ്റത്തിൽ പറയുന്നത് ആംബിയറാണ്. ആംബിയർ ഡിനോട്ട് ചെയ്യണത് ക്യാപിറ്റൽ A. ദെൻ ടെമ്പറേച്ചർ ഡിനോട്ട് ചെയ്യണത്, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് SI സിസ്റ്റത്തിൽ വരുന്നത് കെൽവിനാണ്. കെൽവിൻ ഡിനോട്ട് ചെയ്യണത് ക്യാപിറ്റൽ K. ദെൻ ലൈറ്റ് ഇൻറ്റൻസിറ്റീൻ്റെ യൂണിറ്റായിട്ട് പറയുന്നത് കാൻഡില, CD ഡിനോട്ട് ചെയ്യണതാണ് CD. ഇങ്ങനെയാണ് നമ്മുടെ യൂണിറ്റ് സിസ്റ്റത്തിന് കാലങ്ങൾ അനുസരിച്ചിട്ട് വന്ന മാറ്റങ്ങൾ. അപ്പോൾ ബ്രിട്ടീഷ് സിസ്റ്റം ഉണ്ട്. ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ഇപ്പോഴും ഇതേപോലെ തന്നെയാണ്, ഫീറ്റ്, പൗണ്ട്, സെക്കൻഡ്, അതങ്ങനെ നിൽക്കണു. പിന്നെ മെട്രിക് സിസ്റ്റം ആദ്യം CGSൽ സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. MKS ആയപ്പോൾ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. MKSൻ്റെ തന്നെ ഒരു ഇലാബറേറ്റഡ് സിസ്റ്റമാണ് SI സിസ്റ്റം. അതിൽ എന്തൊക്കെ വന്നു? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംബിയർ, കെൽവിൻ, കാൻഡില. അവിടെ 6 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വന്നു. ഏതൊക്കെയാണ്? ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ലൈറ്റ് ഇൻറ്റൻസിറ്റി. ഇനി ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ഇലക്ട്രിക് കറണ്ട് ആംബിയറാണ്, CGS സിസ്റ്റത്തിലും MK സിസ്റ്റത്തിലും ആംബിയറാണ്. എന്നാൽ ടെമ്പറേച്ചർ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ഡിഗ്രി ഫാരൻഹീറ്റാണ്. ഓക്കെ, ഡിഗ്രി ഫാരൻഹീറ്റാണ്. CGS സിസ്റ്റത്തിലും MK സിസ്റ്റത്തിലും ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ SI യൂണിറ്റിലെത്തിയപ്പോൾ അതെന്തായി മാറി? കെൽവിൻ ആയി മാറി. എന്നാൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി എല്ലാ യൂണിറ്റ് സിസ്റ്റത്തിലും എന്ത് തന്നെയാണ്? കാൻഡില തന്നെ
ആണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കാലാനുസൃതമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആയിട്ട് ഇൻ്റർനാഷണലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. അതുപോലെ ബ്രിട്ടീഷ് സിസ്റ്റവും. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോഴും ഏത് ക്വാണ്ടിറ്റിയുടെ കൂടെയും നമ്മൾ എന്ത് പറയും? ഒരു യൂണിറ്റ് പറയും. യൂണിറ്റ് പറഞ്ഞാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതിന് ഉദാഹരണമാണ് നമ്മൾ ആദ്യം കാണിച്ച ലൈനിൻ്റെ ലെങ്ത്ത്. ഒരാൾ വെറുതെ 3.281 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്താ. 3.281 ഫീറ്റ് ആണെങ്കിലാണ് അത് കൃത്യമാവുക. അപ്പോൾ നമ്മുടെ അളവുകൾ കൃത്യമാവാൻ നമുക്ക് എന്ത് വേണം? ഒരു യൂണിറ്റ് വേണം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അളവ് കോലാണ്. അത് ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി യൂസ്ഡ് ടു മെഷർ അനദർ ക്വാണ്ടിറ്റി ഓഫ് സെയിം കൈൻഡ്. ഒരേപോലെയുള്ള ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് പറഞ്ഞു, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പറഞ്ഞു, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്, പിന്നെ നമ്മൾ പറഞ്ഞതാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.